ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനം. യേശുവിൻ്റെ അമ്മ അവരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവീൻ. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും സുപരിതമാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു അത്ഭുതം ചെയ്യുവാൻ വേണ്ടി അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണമെന്ന് ശുശ്രൂഷക്കാരോട് യേശുവിൻ്റെ അമ്മ ഓർപ്പിക്കുമ്പോൾ, ഇന്ന് ദൈവത്തിൻ്റെ തിരുവചനം എന്നെയും നിങ്ങളെയും ഓർപ്പിക്കുന്നത് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ദൈവശബ്ദത്തെ അനുസരിക്കുന്നവരായി മാറുക, ദൈവവചനത്തെ അനുസരിക്കുന്നവരായി മാറുക, ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കുന്നവരായി മാറുക. അനുസരിച്ചവരൊക്കെ നന്മ കണ്ടെത്താനിടയായെങ്കിൽ അനുസരിക്കാത്തവർക്ക് ശിക്ഷ ലഭിച്ചതും തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്. യുദ്ധത്തിന് പോകുന്ന ശൗല് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആലോചന ശമൂവേൽ പ്രവാചകരുടെ അറിയിക്കുന്നുണ്ട്. നീ പോകുന്ന ഇടത്ത്, യുദ്ധം ചെയ്യുന്ന ഇടത്തു നിന്ന് യാതൊന്നിനെയും കൊണ്ടുവരരുത്, സകലത്തെയും നിർമൂലനം ചെയ്യണം, സകലത്തെയും കൊന്നൊടുക്കണമെന്ന് ആലോചന പറഞ്ഞിട്ട് അവിടെ ചെന്ന് യുദ്ധം ചെയ്യുമ്പോൾ അവിടെ കണ്ട ആടിനെയും മാടിനെയും ഒക്കെ യഹോവയ്ക്ക് യാഗം കഴിക്കാനാന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്ന ശൗലിൻ്റെ ജീവിതത്തിൽ അനുസരണക്കേട് തൻ്റെ രാജത്വം തന്നെ നഷ്ടമാക്കിയെങ്കിൽ, നമുക്കറിയാം നിനിവയിലേക്ക് പോകാൻ കൽപ്പന കിട്ടിയിട്ട് തർസീസിലേക്ക് പോയ യോനയുടെ ഇതിൽ സംഭവിച്ചത്, എന്നെയും നിങ്ങളെയും വിളിച്ചത് ശിക്ഷാവിധിക്കല്ല, ശിക്ഷ വാങ്ങിക്കാനല്ല, മറിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നവരായി മാറാനാ. യേശുവിൻ്റെ കൽപ്പന അനുസരിച്ച ശുശ്രൂഷക്കാർ വെള്ളം കോരി നിറച്ചപ്പോൾ ആ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടെങ്കിൽ, നമുക്കറിയാം തിരുവചനം പത്രോസ് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാതെ പടക് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യേശു അവൻ്റെ പടകിൽ കയറി അവനോട് പടക് അല്പം നീക്കുവാൻ കൽപ്പിച്ച് പടകിൻ്റെ വലതുഭാഗത്ത് വീശുവാൻ കൽപ്പിച്ച യേശുവിൻ്റെ വാക്ക് പത്രോസ് അനുസരിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലായി മാറിയെങ്കിൽ, നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തികൾക്കകത്ത് ഫിലിപ്പോസ് എന്ന ദൈവഭക്തനോട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാ, നീ ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോക. ആ ദൈവശബ്ദം കേട്ട് ഇറങ്ങി പുറപ്പെട്ട ഫിലിപ്പോസിനെ പരിശുദ്ധ ആത്മാവ് തന്നെ ഗസയിൽ നിന്ന് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയ ശേഷം എടുത്തുകൊണ്ടുപോയി എന്ന് വചനം പറയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെയും നിങ്ങളുടെയും ജീവിതം അനുഗ്രഹമായി മാറുവാൻ, ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, ദൈവശബ്ദം നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്നത് അനുസരിക്കുന്നവരായി മാറുന്നുവെങ്കിൽ, നാം ദിനവും വായിക്കുന്ന ദൈവവചനത്തിനനുസരിച്ച് അനുസരണം കാണിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായി ഞാനും നിങ്ങളും അനുഗ്രഹം പ്രാപിക്കുന്നവരാകും. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനുള്ള ഏക വഴി എന്നുള്ളത് അനുസരണമാണെങ്കിൽ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം യഹോവയാൽ ദൈവം തന്നോട് പറഞ്ഞ ആജ്ഞ അനുസരിച്ചുകൊണ്ട് തൻ്റെ ഏകജാതനായ മകനെയും കൂട്ടിക്കൊണ്ട് യാഗം കഴിക്കാൻ പോയപ്പോൾ ചോദ്യങ്ങളൊന്നുമില്ല, ദൈവകൽപ്പനയുടെ അനുസരണം അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന പദവിയിലേക്ക് ഉയർത്താനിടയായെങ്കിൽ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ, നന്മ പ്രാപിപ്പാൻ, സന്തോഷം പ്രാപിപ്പാൻ, ദൈവിക അനുഗ്രഹം പ്രാപിപ്പാൻ, ദൈവവചനത്തെ, കർത്താവിൻ്റെ ശബ്ദത്തെ, പരിശുദ്ധ ആത്മാവിനെ അനുസരിക്കുന്നവരായി മാറാം. നാം പോകുന്ന വഴിയിൽ ദൈവശബ്ദം നമ്മോട് ഇടപെടുമ്പോൾ അതിന് വിനയാന്വിതരായി ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി മാറാം. അങ്ങനെ നാം ചെയ്യുന്നെങ്കിൽ നിശ്ചയമായി ദൈവത്തിനുള്ള അനുഗ്രഹം പ്രാപിപ്പാനിടയാകും. അങ്ങനെ അനുഗ്രഹം പ്രാപിച്ച് സന്തോഷത്തോടെ മുന്നേറാൻ കർത്താവ് എന്നെ നിങ്ങളെ ഇടയാക്കട്ടെ. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.